പ്രതിപക്ഷ സഖ്യത്തിൽ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകണമെന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ മമതാ ബാനർജി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്താനും ഇന്ത്യ മുന്നണിയിൽ തീരുമാനം. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, രാഹുൽ അല്ല യോഗ്യൻ, മറ്റൊരു ഓപ്ഷനാണ് തലയെടുപ്പുള്ള നേതാവ് ഖാർഗെ എന്ന പേര് മമതാ ബാനർജി യോഗത്തിലാണോ ഉന്നയിച്ചത്? ഈ യോഗത്തിൽ മറ്റ് കക്ഷികളുടെ എന്തെങ്കിലും നിലപാടോ പിന്തുണയോ കാര്യത്തിൽ ഉണ്ടായോ? എന്താണ് വിവരങ്ങൾ? ഇന്ത്യ സഖ്യത്തിന്റെ 4ാമത്തെ യോഗമാണ് ഡൽഹിയിൽ ഇവിടെ ഇന്ന് ചേർന്നത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞു, ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി വേണം നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, അത് മല്ലികാർജ്ജുൻ ഖാർഗെ ആവട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തെ അരവിന്ദ് കെജ്രിവാൾ പിന്താങ്ങുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഇടപെട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല, എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എംപിമാർ തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വെച്ചു. അതിൽ പല സഖ്യ പാർട്ടികൾക്കും അഭിപ്രായമുള്ളത് കോൺഗ്രസ് ഈ സഖ്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നിന്നൊരാൾ പ്രധാനമന്ത്രി ആവട്ടെ എന്ന തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ് നിശ്ചയിക്കേണ്ടത്, ആ പാർട്ടിയിൽ നിന്ന് ആര് പ്രധാനമന്ത്രി ആവണമെന്നുള്ളത്. അതല്ലാതെ ഇവിടെ നിന്ന് നിർദ്ദേശിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം അവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ യോഗശേഷം ചില യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഓഫ് ദ റെക്കോർഡായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം. എന്തായാലും രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം എംപിമാരെ പുറത്താക്കിയ സംഭവത്തിലും പാർലമെന്റ് ആക്രമണത്തിലും പാർലമെന്റ് അതിക്രമ സംഭവത്തിലും നടത്താൻ വേണ്ടി ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി മാസം പകുതിയാകുന്നതിന് മുൻപ് സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജനുവരി മാസത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ റാലികൾ, യോജിച്ച റാലികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താനുമുള്ള ആലോചന ഇന്നത്തെ യോഗത്തിലുണ്ടായി.